അങ്ങനെ സുപ്രീം കോടതി വരെ പോയി കേസ് തെളിയിച്ചിട്ട് അവിടെ നിരപരാധിയാണെന്ന് തെളിയിച്ച് തിരിച്ചു വരാനാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഭരിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഫ്ലാഷ് ബാക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാലക്കാട് വോട്ട് ചെയ്യാൻ വരുമ്പോൾ അവിടെ ജയ് വിളിക്കാൻ പരിചയമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മുഖങ്ങളൊന്നുമില്ല. തള്ളിപ്പറഞ്ഞ് ഞങ്ങൾക്ക് രാഹുലുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തള്ളിപ്പറഞ്ഞെടുത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ തൊട്ട് ഷാഫി പറമ്പിൽ വരേണ്ട ഉള്ളിൽ ഇപ്പം എന്താണെങ്കിൽ പോലും ധാർമ്മികത, ആദർശം, സ്ത്രീ സുരക്ഷ, ഇതൊക്കെ സിനിമ എടുക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഈ കേരള രാഷ്ട്രീയത്തിന്റെ ആ ഒരു അല്പം ഒരു ലജ്ജ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതൊന്നും ഒരു തൊട്ടുപോലും തീണ്ടിയിട്ടില്ല എന്നാണോ? അത് വഴിയേ അറിഞ്ഞോളൂ. ജൻസി തലമുറ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അല്ലേ നെഞ്ചു പിരിച്ച് അവിടെ വോട്ട് ചെയ്യാൻ വന്നു പറഞ്ഞല്ലോ. എന്നാൽ അയാള് ഇപ്പോൾ നെഞ്ചു പിരിച്ച് വന്നത്, ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുമെന്നല്ല കേട്ടോ, ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ അയാൾക്ക് ജാമ്യമില്ല എന്ന് വന്നപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചു, അത് കോടതി അനുവദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തേക്ക് വരുമല്ലോ, അല്ലെ അയാൾ പിന്നെയും ഗോഷ്ഠിയുള്ളിൽ വിളിക്കാൻ പറ്റില്ലല്ലോ, അയാൾ വന്നു. എന്നാൽ 76 വയസ്സായ ഒരു മനുഷ്യൻ ലൈറ്റ് ഇല്ലാത്ത തിയേറ്ററിൽ ഇരുന്ന് ഒരു സംവിധായകയെ കയറി പിടിച്ചിട്ട് അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഒരു ചെറുപേര് നടക്കാതെ അയാൾ ഇപ്പോഴും പോലീസിന്റെ മൂക്കിന് താഴെ കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അത് CPM കാരനായതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. PT കുഞ്ഞുമാമ എന്നാണ് ആ മനുഷ്യന്റെ പേര്. അതിനെക്കുറിച്ച് ഒരു ആക്ടിവിസ്റ്റുകൾക്ക് ചർച്ചയില്ല. അമ്മയുടെ ഇതിലേക്ക് വരാം. നമ്മുടെ പ്രശസ്തയായ കുറ്റാന്വേഷക ഭാഗ്യലക്ഷ്മി കുറ്റാന്വേഷണത്തോടെ കണ്ടുപിടിച്ചു ഇത് ചെയ്തത് ദിലീപ് തന്നെയാണ്. പിന്നെ ഭാഗ്യലക്ഷ്മി എന്റെ കൂടെ വേറൊരു ചർച്ചയിൽ പറഞ്ഞു, ഇനി അപ്പീൽ പോകും, ഹൈക്കോടതി പോകും, സുപ്രീം കോടതി പോകും, അത് കഴിഞ്ഞിട്ട് സംഘടനയിലേക്ക് എടുത്താൽ പോരെ, ഇതുവരെ എന്തിനായിരുന്നു ഇത്ര തിടുക്കം? എന്നാൽ ഞാൻ ശ്രീമതി ഭാഗ്യലക്ഷ്മിയോടും ഇവിടെ അവതാരകയോടും ഒക്കെ പറയാണ്, അങ്ങനെ സുപ്രീം കോടതി വരെ പോയി കേസ് തെളിയിച്ചിട്ട് അവിടെ നിരപരാധിയാണെന്ന് തെളിയിച്ച് തിരിച്ചു വരാനാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഭരിക്കാൻ പറ്റില്ല, മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം ലാവ്ലിൻ കേസ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്, അത് കുറ്റവാളിയാണോ എന്ന് തെളിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാതെ ദിലീപിനെ അങ്ങ് തേജോവധം ചെയ്യാൻ